Hi everyone, welcome back to the channel Comrade CA. This is CA Amit. Namaskaram. I want to tell about ABC analysis. ABC analysis for direct tax 2021 examination CA final. The second group exemption score ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു 70+ മാർക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ABC analysis ആണ് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത്. ഈ ABC analysis has helped me to secure exemption in CA final direct taxes for second group and helped me clear with the aggregate as well. അപ്പം ഈ ABC analysisലൂടെ just I am giving back to the society in a way that my students as well as my fellow friends can also secure exemption in the CA final direct taxes and help clear the exam. ഇപ്പം വളരെ കുറവ് ടൈമാണ് എക്സാം പ്രിപ്പറേഷനിലുള്ളത് ആൻഡ് ഐ നോ ദാറ്റ് യു വിൽ ബി ഇൻ ഫാസ്റ്റ് പേസ്ഡ് പ്രിപ്പറേഷൻ. അപ്പോൾ ദിസ് അനാലിസിസ് വിൽ ഹെൽപ്പ് യു ടു വാച്ച് ലൈക്ക് വിച്ച് ഓൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഹാവ് ബീൻ കവേർഡ് ആൻഡ് യു വിൽ ബി ഏബിൾ ടു സ്റ്റഡി വൺസ് ആസ് വെൽ ആസ് റിവൈസ് ത്രൈസ്. 3 പ്രാവശ്യം ഇത് റിവൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്തായാലും എക്സാംഷൻ ഷ്യൂർലി ഡെഫിനറ്റ്ലി അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. So in a way that will help you clear the examination if anybody is stuck for long in this group, the second group which I am talking about. അപ്പം ഈ ABC അനാലിസിസ് 3 പാർട്ടിലാണ് ആസ് യു നോ ABC ആൻഡ് A പാർട്ടിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് കവേർഡ് ചെയ്തിട്ടുള്ളത്. അത് എത്ര മാർക്സ് ആണ് A പാർട്ട് സെക്യൂർ ചെയ്യുന്നത്? ഇറ്റ്സ് മോർ ദാൻ 35 മാർക്സ്. B പാർട്ടിൽ എത്രയാണ് ആൻഡ് C പാർട്ടിൽ എത്രയാണ്? ഈ മാർക്സ് വൈസ് ഞാൻ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. And keep watching this video till the end, and if you find everything relevant in this video, please hit the like button. And this ABC analysis is also supported by the AIR1, and you can find relevant notes also. Notes എവിടുന്ന് കിട്ടും, എവിടുന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. and you will be able to achieve 70+ marks I have secured, and you can also secure and clear your CA final exams and meet your aggregates as well. So keep watching the video till the end, and do not fail to hit the like button and share with the CA friends, students, and do subscribe my channel. So keep watching the video till the end. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഇതിനകത്ത് CA ഫൈനൽ ഡയറക്റ്റ് ടാക്സ് ABC അനാലിസിസ് ഫോർ പേപ്പർ 7 ആണ്, ഫോർ മെയ് 2021 എക്സാംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഓൾഡ് കോഴ്സ് ആസ് വെൽ ആസ് ന്യൂ കോഴ്സിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ്. ഇത് ഫുള്ളി എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ABC അനാലിസിസ് ആണ്. ദിസ് വിൽ ഹെൽപ്പ് യു സെക്യൂർ എക്സംഷൻ ഇൻ ദിസ് upcoming exams, and this is sure success strategy. ഇതിനകത്ത് ഞാൻ ചാപ്റ്റർ വൈസും അല്ല അതിനകത്ത് ഉള്ള കോൺസെപ്റ്റ്സും ഏതൊക്കെയാണ് കവർ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ദിസ് വിൽ ഹെൽപ്പ് യു ഗെറ്റ് എക്സംഷൻ ഇൻ യുവർ ഡയറക്റ്റ് ടാക്സ് സബ്ജക്റ്റ്. ആൻഡ് മെനി ഫ്രണ്ട്സ് ആർ ഫൈൻഡിങ് ഇറ്റ്. ഇതൊരു വലിയ ഹ്യൂജ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഇതിനെ ഒരു ABC അനാലിസിസ് മാറ്ററിലേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈസിലി ഇതിനകത്ത് പ്രിപ്പയർ ചെയ്തിട്ട് ഞങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈസിലി ഇതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദിസ് വീഡിയോ ആൻഡ് ഡിസ്കഷൻ. ആദ്യമായിട്ട് ഞാൻ ഇതിനകത്ത് പേപ്പർ പാറ്റേണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങളെ MCQ ആണ് 30 മാർക്സിന് വരുന്നത്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് മാർക്സ് ആണ് 88 മാർക്സിന് വരുന്നത്. ടോട്ടൽ 118 മാർക്സ് ആണ് അവിടെ ഉള്ളത്. ഈ 88 മാർക്സിൽ നിങ്ങൾക്ക് 70 മാർക്സ് ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് 100 മാർക്സിൻ്റെ നിങ്ങൾക്ക് ടോട്ടൽ അറ്റംപ്റ്റ് ചെയ്യണം ഈ പേപ്പറിനകത്ത്. പിന്നെ ഈ പാർട്ട് A ആൻഡ് പാർട്ട് Bയിലാണ് ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഡയറക്റ്റ് ടാക്സ് 80 മാർക്സ് ആൻഡ് ഇന്റർനാഷണൽ ടാക്സ് 120 മാർക്സ്. ടോട്ടൽ 120 മാർക്സിൻ്റെയാണ് ടോട്ടൽ സിലബസ് ഉള്ളത്. ആദ്യം ഞങ്ങൾക്ക് കാറ്റഗറി എയിലേക്ക് പോകാം, വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആ A കാറ്റഗറിനകത്ത് ഫസ്റ്റ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡബിൾ ടാക്സേഷൻ റിലീഫാണ്. ഇതിനകത്ത് സെക്ഷൻ 90 ആൻഡ് 91 ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആണ്, എന്തായാലും കവർ ചെയ്യേണ്ട കാര്യമാണ്. ഈ ഒരു ടോപ്പിക്കിൽ ന്യൂ സിലബസിലാണെങ്കിലും ഇതിനകത്ത് 10 to 15 മാർക്സ് എന്തായാലും ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഡബിൾ ടാക്സേഷൻ റിലീഫിൻ്റെ ചാപ്റ്റേഴ്സ് എന്തായാലും നിങ്ങൾക്ക് ഫുൾ കവർ ചെയ്യണം. ദാറ്റ് ഇസ് സെക്ഷൻ 90 ആൻഡ് 91. അതിൻ്റെ കൂടെ ഈ ടോപ്പിക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഡക്ഷൻസിൻ്റെ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് വരും. ഈ ഡിഡക്ഷൻസ് അതിനകത്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് സെക്ഷൻ 80C, 80CCC, 80D, 80QQB, 80TTA ആൻഡ് 80TTB.
ഈ ഡിഡക്ഷൻസ് ഇതിൻ്റെ കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡബിൾ ടാക്സേഷൻ റിലീവിൻ്റെ എന്തായാലും ഷുവർ ഷോട്ട് ഒരു ക്വസ്റ്റ്യൻ വളരെ ഈ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് വരിക. അതിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പ്ലസ് അലോങ് വിത്ത് ഇതിനകത്ത് ഈ ഡിഡക്ഷൻസ് ഈ പറഞ്ഞ ഡിഡക്ഷൻസ് ആണ് നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ളത്. ഇത് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾ ഫുള്ളായിട്ട് സെക്യൂർഡ് ആണ് ആൻഡ് നിങ്ങൾക്ക് ഈസിലി അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. സോ പ്ലീസ് കവർ ദിസ് ഡിഡക്ഷൻസ് ടോപ്പിക്സ് അലോങ് വിത്ത് ദിസ് ചാപ്റ്റർ. നെക്സ്റ്റ് ടോപ്പിക് ട്രാൻസ്ഫർ പ്രൈസിങ്. ട്രാൻസ്ഫർ പ്രൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഈ സിലബസ് ഓഫ് ന്യൂ കോഴ്സ് ആസ് വെൽ ആസ് ഓൾഡ് കോഴ്സിലുള്ളത്. ഓൾഡ് കോഴ്സിലും ന്യൂ കോഴ്സിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂ കോഴ്സിൽ ഇത് എന്തായാലും 10 to 15 മാർക്സ് ആണ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ആൻഡ് ഇൻ ബോത്ത് ഓൾഡ് കോഴ്സ് ആസ് വെൽ ആസ് ന്യൂ കോഴ്സിൽ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് എന്തായാലും ഗ്യാരണ്ടീഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം, ദാറ്റ് ഈസ് സെക്ഷൻസ് ആണ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തത്. ഈ ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ഇതിന് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾ ഇതിനകത്ത് നിന്ന് ചോദിക്കുന്നത്. സോ പ്ലീസ് ലുക്ക് ഇൻ ടു ദാറ്റ്. ട്രാൻസ്ഫർ പ്രൈസിംഗിൽ ആദ്യമായിട്ട് കവർ ചെയ്യേണ്ടത് 92A ആണ്, അസോസിയേറ്റ് എൻ്റർപ്രൈസ്. ആ അസോസിയേറ്റ് എൻ്റർപ്രൈസസിൻ്റെ 12 to 13 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അത് വളരെ തറോ ആയിട്ട് നിങ്ങൾ പഠിക്കുക. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ള ALP, ദാറ്റ് ഈസ് ആം ലെങ്ത് പ്രൈസ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആം ലെങ്ത് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്ന എല്ലാ കോൺസെപ്റ്റ്സും നിങ്ങൾ തറോ ആയിട്ട് കവർ ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും ഷുവർ ഷോർട്ടായിട്ട് കവർ ചെയ്യേണ്ട കാര്യമാണ് ദാറ്റ് ഈസ് കപ്പ് മെത്തേഡ് ആസ് വെൽ ആസ് ഈ കോസ്റ്റ് പ്ലസ് മെത്തേഡാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത്. ഇതിനകത്ത് എന്തായാലും 100% ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഇതിനകത്ത്. നെക്സ്റ്റ് ഇതിനകത്ത് കവർ ചെയ്യുന്നത് ദാറ്റ് ഈസ് സെക്കൻഡറി അഡ്ജസ്റ്റ്മെൻറ്റ്. സെക്കൻഡറി അഡ്ജസ്റ്റ്മെൻറ്റിൽ ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. ഈ പ്രാവശ്യം ഇതിനകത്ത് എന്നുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും തീർച്ചയായിട്ടും വരുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആൻ ആസ്ട്രിക് മാർക്ക് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. സെക്കൻഡറി അഡ്ജസ്റ്റ്മെൻറ്റ് 90Cയുടെ ക്വസ്റ്റ്യൻ എന്തായാലും ഇതിനകത്ത് നിന്ന് വരുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഈസ് APA, ദാറ്റ് ഈസ് അഡ്വാൻസ് പ്രൈസ് എഗ്രിമെൻറ്റ്. ഇതിനകത്ത് നിന്നും ക്വസ്റ്റ്യൻസ് വരും. ദെൻ ഈസ് 94B, ഈ അസോസിയേറ്റ് എൻ്റർപ്രൈസിൻ്റെ ക്വസ്റ്റ്യൻസും ലിമിറ്റേഷൻ ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള സെക്ഷനാണ് 94B. അതിനകത്തുനിന്നും ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യനാണ് ഇപ്രാവശ്യം വരാൻ പോകുന്നത്. അതിനും ആസ്ട്രിക് സൈൻ ഇട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ 5 സെക്ഷൻസ് നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ പ്രൈസിങ്ങിൽ ഫുൾ ടോപ്പിക് നന്നായിട്ട് കവർ ആവും. എസ്പെഷ്യലി ഫോർ ഓൾഡ് കോഴ്സസ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇഫ് യു ആർ എ ന്യൂ കോഴ്സ് ഈ സെക്ഷൻസ് അല്ലാതെ ഇതിനകത്തുള്ള ഈ ടോപ്പിക് ഫുള്ളായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും 10 to 15 മാർക്സിൽ അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ കീപ് ഫോക്കസ് ഓൺ ട്രാൻസ്ഫർ പ്രൈസിങ്. കവർ ദിസ് 5 സെക്ഷൻസ് thoroughly. ഇതിനകത്ത് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റഡ് ആണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ, ദാറ്റ് ഈസ് സേഫ് ഹാർബർ റൂളിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സെക്ഷനോ ആ റൂൾസോ പഠിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കുന്നതായിരിക്കില്ല. അത് ഇപ്പം അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് വാസ് അബൌട്ട് ട്രാൻസ്ഫർ പ്രൈസിങ്. നെക്സ്റ്റ് തേർഡ് ആയിട്ട് ടോപ്പിക് ഉള്ളത് NR ടാക്സേഷൻ, ദാറ്റ് ഇസ് നോൺ റെസിഡൻറ്റ് ടാക്സേഷൻ. ഈ DT സിലബസിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യാൻ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് NR ടാക്സേഷൻ. എല്ലാവർക്കും ഈ ടോപ്പിക് വളരെ ഡിഫിക്കൽട്ടുമായിട്ടാണ് തോന്നുന്നത് ഈ ടോപ്പിക്ക്. അപ്പോൾ ഈ ടോപ്പിക് ഞങ്ങൾക്ക് എങ്ങനെ കവർ ചെയ്യാൻ പറ്റുന്നത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത് പോയം, ദാറ്റ് ഇസ് ഹൗ ഇസ് ടു ഡിറ്റർമൈൻ ദ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ്. പോയം ഒരു ഫോറിൻ കമ്പനിയുടെ എങ്ങനെയാണ് ഞങ്ങൾക്ക് നോക്കേണ്ടതെന്നുള്ള കാൽക്കുലേഷൻ ഇതിനകത്ത് ചെയ്യുക. ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ മുകളിൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ പോയം എന്നുള്ളത് ആദ്യം ഫസ്റ്റ് കവർ ചെയ്യാം. നെക്സ്റ്റ് ഉള്ളത് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഇൻഡിവിജ്വൽ. അതിനകത്തൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. RONORൻ്റെ മുകളിലുള്ള കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അമെൻമെൻറ്റ് ഉണ്ട്. അത് തീർച്ചയായിട്ടും നോക്കിയിട്ട് പോവുക. നെക്സ്റ്റ് ഈസ് സെക്ഷൻ 91, 92, 93, 94, 96, 97 എന്നുള്ള ഫുൾ ആയിട്ടുള്ള ഞങ്ങൾ ഡീംഡ് ഓർ ഇൻകമിൻ്റെ മുകളിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 9, 5, 6 and 7 ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ്, റോയൽറ്റി ആൻഡ് FTS. ഈ 3 ടോപ്പിക്ക് തീർച്ചയായിട്ടും കവർ ചെയ്യുക. അതിന് മുകളിലുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ട് തീർച്ചയായിട്ടും പോവുക. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റഡ് ആണ്. നെക്സ്റ്റ് ഈസ് ഷിപ്പിംഗ് ബിസിനസ് ആൻഡ് എയർലൈൻ ബിസിനസ്. അതിൻ്റെ മുകളിൽ 44B ആൻഡ് 44BBA അതും ശരിക്കും കവർ ചെയ്തിട്ട് പോവുക. അതിന് മുകളിൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. 44C ദാറ്റ് ഈസ് ഹെഡ് ഓഫീസ് എക്സ്പെൻഡിച്ചർ. ഇതിന് മുകളിൽ November 20 ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. ഈ 44C ഉള്ള ഹെഡ് ഓഫീസ് എക്സ്പെൻഡിച്ചർ എന്തായാലും കവർ ചെയ്തിട്ട് പോകണം. നെക്സ്റ്റ് ഇസ് 12A NRI ഇൻകം, ദാറ്റ് ഇസ് സ്പെഷ്യൽ ഇൻകം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ മുകളിൽ വരുന്നത്. 12Aയുടെ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നോക്കിയിട്ട് പോവുക.
Next is 115A. 115A is again based on that is interest, royalty and FTS. അതിന് മുകളിലുള്ള ഡിഡക്ഷൻ ക്വസ്റ്റ്യൻസും ആൻഡ് റേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് കവർ ചെയ്തിട്ട് പോവുക 115A അകത്ത്. ദെൻ ഇസ് 115AD, ദറ്റ് ഈസ് ഫോറിൻ FIIയുടെ റേറ്റ്സും അതിൻ്റെ കണ്ടീഷൻസും നോക്കിയിട്ട് പോവുക. നെക്സ്റ്റ് ഇസ് 115BBA, സ്പോർട്സ്മാനുള്ള എക്സംഷൻ ആൻഡ് ഏത് ടാക്സ് റേറ്റിലാണ് ഇത് ഡിഡക്ഷൻ ആവുന്നുള്ളതും അതിൻ്റെ TDS റേറ്റ്സ് എന്താണെന്നുള്ളതും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് സോൾവ് ചെയ്തിട്ട് പോവുക. ഈ പറഞ്ഞ റിലവൻറ്റ് ക്വസ്റ്റ്യൻസ്, ഈ പറഞ്ഞ റിലവൻറ്റ് സെക്ഷൻസ് നിങ്ങൾ കവർ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് എന്തായാലും ആ 10 to 15 മാർക്സ് ഉള്ളത് ഫുള്ളി സെക്യൂർ ചെയ്യാൻ പറ്റും. 100% ആയിട്ട് നിങ്ങൾക്കത് സെക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ NR ടാക്സേഷൻ ഇൻ കേസ് ഇഫ് ഇറ്റ് ഇസ് ഫോർ ന്യൂ കോഴ്സ് ചാപ്റ്റർ ദാറ്റ് ഇസ് ചാപ്റ്റർ 6A അകത്ത് വരുന്ന ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫുൾ ടോപ്പിക്ക് കവർ ചെയ്യേണ്ടതാണ്. ആൻഡ് അവർക്ക് ന്യൂ കോഴ്സ് അവർക്ക് ഇതിനകത്ത് ചിലപ്പം 30 മാർക്സ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. പക്ഷേങ്കിൽ ആവറേജ് ആയിട്ട് ഇതിനകത്ത് ഒരു ആവറേജ് വെയിറ്റേജ് എടുത്തു കഴിഞ്ഞാൽ 15 മാർക്സ് ആണ് ശരിക്കും വരുന്നത്. പക്ഷേ ന്യൂ കോഴ്സിൻ്റെ ഇതിനകത്ത് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അതുകൊണ്ട് അവർക്ക് ഈ ഫുൾ ടോപ്പിക്ക് കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ എന്നാലും ഈ പറഞ്ഞ സെക്ഷൻസിനകത്ത് അവർ ഫുൾ ഫോക്കസ് വയ്ക്കുക, എന്തായാലും ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഇക്വലൈസേഷൻ ലെവി. ഈക്വലൈസേഷൻ ലെവി ഇതിനകത്തൊരു അമെൻമെൻറ്റ് ഉണ്ട്. അതിപ്പോൾ കോമേഴ്സിലും ആപ്ലിക്കബിൾ ആണ്. ആദ്യം ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് സർവീസിൽ മാത്രമേ ആപ്ലിക്കബിൾ ആയിരുന്നുള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റഡ് ആണ്. എന്തായാലും ഇതിനകത്തൊരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനുണ്ടാവും, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അമെൻമെൻറ്റിനുള്ള ആൻഡ് ആസ് വെൽ ആസ് ദാറ്റ് പ്രീവിയസ് ഓൺലൈൻ സർവീസസ് അഡ്വർടൈസ്മെൻറ്റുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെന്തായാലും അറ്റംപ്റ്റ് ചെയ്തിട്ട് പോവുക, so that you will be able to get the marks based on these questions. Question bank means institute and a question bank, like institute and a full module full questions, previous examination questions, as well as the RTP and mock test and full cover ചെയ്തിട്ടുള്ള MTP cover ചെയ്യുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് AIR1 നിങ്ങൾക്ക് റെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാം ലിങ്ക്, ദാറ്റ് ഇസ് ദിസ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ആ AIR1 നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ ഇവരുടെ ഫ്രീ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ബാങ്ക്, ദാറ്റ് ഈസ് ഫോർ May 2021 എക്സാമിനുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഈ ക്വസ്റ്റ്യൻ ബാങ്ക് വേറൊന്നുമല്ല, ഇതിനകത്തുള്ള എക്സാമിൽ വന്നിട്ടുള്ള ഈ ടോപ്പിക് വൈസ്, ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക് വൈസ് എല്ലാ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള വിത്ത് എക്സാമ്പിൾസ്. അതിനകത്ത് സെക്ഷൻ A പാർട്ടുള്ളത് മോസ്റ്റ് ഇറലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് B പാർട്ട് ഉണ്ട്. B പാർട്ടിൻ്റെ അകത്ത് നിങ്ങൾക്ക് പാസ്റ്റ് എക്സാമിനേഷൻ കവർ ചെയ്തിട്ടുള്ളത് RTP MTP മോക്ക് ടെസ്റ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് യു വിൽ ബി വെരി സൗണ്ട് ആൻഡ് ക്ലിയർ അബൌട്ട് ദിസ് കോൺസെപ്റ്റ്സ് ആൻഡ് ദ ടോപ്പിക്സ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് പാർട്ട് 1, ദിസ് A പാർട്ട്. ഈ പാർട്ട് ചെയ്തതിനകത്തുള്ള ടോപ്പിക്സ് കവർ ചെയ്യുന്നത് ഈ നോട്ട്സിനകത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും, ലൈക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ദ സെൻസ് ഈ ക്വസ്റ്റ്യൻസിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സും എല്ലാ ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. പാസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. സോ നോട്ട് ഓൺലി വിത്ത് ദിസ് സെക്ഷൻ, ഈ സെക്ഷൻസിൻ്റെ ഉള്ളിൽ വരുന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സും എല്ലാം ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. സോ യു വിൽ ബി തറോ വിത്ത് ദി ടോപ്പിക്സ് ആസ് വെൽ ആസ് ദി അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ പാർട്ട് എയുടെ ടോപ്പിക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ടോപ്പിക്സും കവർ ചെയ്യുക. പിന്നെ ഈ നിങ്ങൾ നോട്ട്സ് വായിക്കുന്നത് നോട്ട്സ് ത്രൈസ് ആയിട്ട് വായിച്ച് കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ 3 ടൈംസ് ആയിട്ട് നിങ്ങൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ 100% ഷുവർ ആയിരിക്കും റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ. ബിക്കോസ് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും 100% ആയിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അത് അറ്റംപ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ this has to be revised thrice. I have notified in this video itself, like thrice ആയിട്ടാണ് ഇത് റിവൈസ് ചെയ്യേണ്ടത്, including the question bank, and then you will be able to secure that marks. അപ്പം വിത്തൗട്ട് കോൺസെപ്റ്റ് നോട്ട്സ് വെറും ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. ബിക്കോസ് ഇതിനകത്തുള്ള കോൺസെപ്റ്റ്സിന് എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും വരാം. ദാറ്റ് മീൻസ് ഇഫ് യു ആർ ആസ്ഡ് ആൻ MCQ ഓൾസോ, ഈ MCQ ഈ പറഞ്ഞ ടോപ്പിക്സ് ഞാനിപ്പോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻസ് ഉണ്ടല്ലോ ഇതിനകത്ത് സബ് ടോപ്പിക്സ്, ഇവിടെ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് MCQയും വരാൻ പോകുന്നത്. അപ്പോൾ MCQ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും കോൺസെപ്റ്റ് നോട്ട്സ് ആദ്യം വായിക്കണം. ആദ്യം വായിച്ചതിന് ശേഷമാണ് ഈ പറഞ്ഞ ഫുൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സും കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനുള്ള ഇൻ ആൻഡ് ഔട്ട് എല്ലാം നിങ്ങൾക്ക് കവർ ചെയ്ത് എടുക്കും. ഇൻസ്റ്റിറ്റ്യൂട്ട് അധികമായിട്ട് ചോദിക്കുന്ന ഒരു
ട്രെൻഡ്ഫുൾ ആയിട്ടുള്ള കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ആ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഈ പറഞ്ഞ നോട്ട്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിൽ അത് കാണാൻ പറ്റും. സോ പ്ലീസ് ഡൗൺലോഡ് ദിസ് ക്വസ്റ്റ്യൻ ബാങ്ക് ഫ്രം ദിസ് AIR1 website, and it is free and it is freely downloadable to everyone. It is made free and you can download it and start solving it, and definitely you will be able to score this. നെക്സ്റ്റ് ഞങ്ങൾക്കിത് മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ഇതിനകത്ത് ചോദിക്കാൻ പോകുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. ഡെഫിനറ്റ് ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് വരാൻ പോകുന്നത്, ദാറ്റ് ഈസ് ഫോർ 10 മാർക്സ്. ആൻഡ് ഇതിനകത്ത് വരുന്നത് ടോപ്പിക് ഈസ് ലൈക്ക് ഡിറ്റർമൈനിങ് ദി ട്രസ്റ്റ് ഇൻകം. ട്രസ്റ്റിൻ്റെ ഇൻകം ഡിറൈവ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അല്ലെങ്കിൽ എക്സിറ്റ് ടാക്സ്, എക്സിറ്റ് ചെയ്യുമ്പോൾ ഉള്ള കാൽക്കുലേഷനെ കുറിച്ചുള്ള ഒരു ഡിറ്റർമൈൻ ചെയ്യേണ്ട ഒരു ടാക്സേഷൻ പാർട്ടാണ് ഇതിനകത്ത് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. ഇതെന്തായാലും 10 മാർക്സിന് ഇതിനകത്ത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് നിങ്ങൾക്ക് ട്രസ്റ്റിൻ്റെ ഇൻകമും എക്സിറ്റ് ടാക്സ് കാൽക്കുലേറ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിൽ ബി വെരി തറോ. ഒരു ജസ്റ്റ് ഒരു പാറ്റേൺ ആണ്, ലൈക്ക് ഹൗ വി ഹാവ് ടു ഡിറൈവ് ദി ഇൻകം ഓർ ഹൗ വി ഹാവ് ടു ഡിറൈവ് ദി എക്സിറ്റ് ടാക്സ്. അത് ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും 10 മാർക്സിൻ്റെ അത് ഫുൾ സെക്യൂർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അപ്പം ഈ ടോട്ടലായിട്ട് ഈ പറഞ്ഞ ചാരിറ്റബിൾ ട്രസ്റ്റ്, TDS, PGBP, വേരിയസ് എൻറ്റിറ്റീസ്, ഈ മാത്രം ടോപ്പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 മാർക്സ് ആണ് സെക്യൂർ ആകുന്നത്. എബവ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അതിനകത്ത് 35 മാർക്സിൻ്റെ ആയിരുന്നു ആ ഫുൾ ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് ഫോർ ഇൻഡയറക്റ്റ് ടാക്സേഷൻ്റെ പാർട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് വേരിയസ് എൻറ്റിറ്റീസ് വരെ ചെയ്യുന്ന ടോപ്പിക്സ് അത് ഡയറക്റ്റ് ടാക്സിൽ ഇൻവോൾവ് ആവുന്ന കാര്യമാണ്. So next topic that we are going to see is this is TDS and TCS. Next topic ഉള്ളത് TDS and TCS. TCS and TDSൻ്റെ അകത്ത് 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഈ TDSും TCSൻ്റെ കോൺസെപ്റ്റിനോട് തറോ ആയിട്ടൊന്ന് പഠിച്ചേക്കണം. അപ്പോൾ അതിനകത്ത് നിന്ന് എന്തായാലും ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് വരാൻ പോകുന്നത്. ലൈക്ക് ചാരിറ്റബിൾ ട്രസ്റ്റ് 10 മാർക്സ് ആൻഡ് TDS and TCS is 10 മാർക്സ്. അപ്പം ഈ TDS TCSൻ്റെ അകത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂഷ്വൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രാവശ്യം കവർ ചെയ്തിട്ട് അതിനെ ഒരു സിനോപ്സിസോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു സമ്മറി വൈസിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഓക്കെ ഇതിനകത്ത് ഓരോ വരുന്ന സെക്ഷൻസിനകത്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മോസ്റ്റ്ലി റിപ്പീറ്റേറ്റീവ് ആണ്. അപ്പോൾ അത് ഒന്ന് ശരിക്കും ഒരു പ്രിസൈസ് സമ്മറി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേ റിവിഷൻ ഹെൽപ്പ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ജസ്റ്റ് ഇൻ 1 hour ഗ്യാപ്പിൽ ഈ ഫുൾ TDS TCSൻ്റെ ടോപ്പിക് നിങ്ങൾക്ക് ഒറ്റയടിക്കത് കവർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി കൂടുതൽ സമയം ചിലവേണ്ട ആവശ്യം വരില്ല. സോ ഫസ്റ്റ് സ്റ്റഡി ഇറ്റ് സെൽഫ് യു ജസ്റ്റ് ഇമാജിൻ അബൌട്ട് ദ ലാസ്റ്റ് ഡേ എങ്ങനെയാണ് ഇത് കവർ ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ ഇതിനെ പഠിക്കണം. സോ 10 മാർക്സ് ചാരിറ്റബിൾ ട്രസ്റ്റ്, 10 മാർക്സ് TCS, ഡെഫിനറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരാൻ പോകുന്നത്. നെക്സ്റ്റ് ഞങ്ങൾക്ക് നോക്കേണ്ടത് PGBP ആണ്. PGBP ക്വസ്റ്റ്യൻ വരുന്നതിന് 20 മാർക്സിനാണ്. 40 മാർക്സിൻ്റെ എന്തായാലും കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്. PGBP ഇൻകം ഡിറൈവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. പ്ലെയിൻ PGBP ഇൻകം ഡിറൈവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് വരാൻ പോകുന്നത്. അല്ലാതെ മാറ്റോ വേറെ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഇൻവോൾവ് ആവില്ല. 14 മാർക്സ് ഡയറക്റ്റ്ലി ഫോർ PGBP ഇൻകം ആണ് ഡിറൈവ് ചെയ്യേണ്ടത് ഇതിനകത്ത്. PGBP ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്തൊക്കെയാണ് കവർ ചെയ്യുക? ഫസ്റ്റ് നിങ്ങൾക്ക് ബേസിക്സ് അറിഞ്ഞിരിക്കണം. ബേസിക്സ് ലൈക്ക് സെക്ഷൻ 28 തുടങ്ങിയിട്ട് സെക്ഷൻ 44 വരെയുള്ള എല്ലാ സെക്ഷൻസിൻ്റെ അകത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റും നിങ്ങൾക്ക് അറിയണം. ദാറ്റ് മീൻസ് അത് CA ഇൻ്റർ ലെവലിൽ കവർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെ ഒന്ന് ക്വിക്ക്ലി ബ്രഷപ്പ് ചെയ്തെടുക്കുക. വിത്ത് എനി അമെൻമെൻറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രിസൈസ് ആയിട്ടുള്ള നോട്ട്സ് എന്തായാലും വളരെ വയ്ക്കുക. ദാറ്റ് ഈസ് സെക്ഷൻ 28 44 വരെയുള്ള എല്ലാ സെക്ഷൻസിനും പെട്ടെന്ന് അത് നമുക്ക് റിവൈസ് ചെയ്ത് പറ്റുന്ന പോലെ ഒരു സമ്മറി ഉണ്ടാക്കി വെക്കാം. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഈ നോട്ട്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അബവ് പറഞ്ഞ പോലെയുള്ള AIR1 നോട്ട്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിസൈസ്ലി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് കവർ ചെയ്യുന്ന ടോപ്പിക്സ് ആണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആ അഡ്ജസ്റ്റ്മെൻറ്റ്സും നിങ്ങൾക്ക് ഈസിലി ഇതിനകത്ത് കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഡിഡക്ഷൻസും നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടതാണ്. ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ദ കമ്പനി. ദാറ്റ് ഈസ് ATG, AT, JJAA, ATM and section 80 GGB ഡിഡക്ഷൻസും നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടതാണ് ഫോർ PGBP-യിനകത്ത് ഈ ഡിഡക്ഷൻസ് അല്ലാതെ നിങ്ങൾക്ക് ICDSൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സും നിങ്ങൾക്ക് നോക്കേണ്ടതാണ്. ICDSൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ പറഞ്ഞ നോട്ട്സിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതും ശ്രദ്ധിച്ച് ചെയ്തിട്ട് പോവുക. അപ്പം ഇൻ ഓൾ ഈ പറഞ്ഞ കോൺസെപ്റ്റ് നോട്ട്സ് ആസ് വെൽ ആസ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഈ പറഞ്ഞ നോട്ട്സിനകത്ത് നിങ്ങൾ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 20-നകത്ത് ടോപ്പിക്കിനകത്ത് 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ 20 മാർക്സ് ആണ് ഓവറോൾ PGBP വരെ. ദാറ്റ് ഈസ് ഇൻക്ലൂഡിങ് MCQ. അതിനകത്ത് 14 മാർക്സിൻ്റെ കമ്പൽസറി ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യുന്നത്. അതിനകത്ത് എന്തായാലും നിങ്ങൾക്ക് 13 മാർക്സ് സെക്യൂർ ചെയ്യാൻ പറ്റും. ബിക്കോസ് എവറിത്തിങ് ഈസ് കവേർഡ് ഫ്രം ദിസ്. ഇതിനകത്ത് നിന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. പക്ഷേങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി റിപ്പീറ്റേറ്റീവ്, ബട്ട് ക്വസ്റ്റ്യൻ ഈസ് ഓൾവേസ് ഗോയിങ് ടു ബി ന്യൂ. ബട്ട്
90% ഓഫ് ദ ടൈംസ് ഈ പറഞ്ഞ ടോപ്പിക്സും ആൻഡ് ദി അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ തന്നെയാണ് പിക്ക് ചെയ്യുന്നത്. സോ പ്ലീസ് ഡു ദാറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് 14ൽ ലാസ്റ്റായിട്ട് ഇതിനകത്ത് കവർ ചെയ്യാനുള്ളത് വേരിയസ് എൻറ്റിറ്റീസാണ്. നിങ്ങൾ ഓത്തറിൻ്റെ ബുക്കിലോ അല്ലെങ്കിൽ ക്ലാസ്സസിലെ നോട്ട്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ കുറേ ടോപ്പിക്സിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുക. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മൊഡ്യൂളിൻ്റെ അകത്ത് ഇതിനെ ഒറ്റയൊരു ടോപ്പിക്, ദാറ്റ് ഈസ് അസസ്മെൻറ്റ് ഓഫ് വേരിയസ് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ ടോപ്പിക്കിൻ്റെ അകത്താണ് ഇതിനകത്ത് കവർ ചെയ്തിട്ടുള്ളത്. ഇത് എസ്പെഷ്യലി വരുന്നത് 10 മാർക്സിന് വേണ്ടിയിട്ടാണ് ഈ ഫുൾ ക്വസ്റ്റ്യൻ ഇതിനകത്ത് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ, മോസ്റ്റ്ലി ഒരു ക്വസ്റ്റ്യനാണ് വരിക, പക്ഷേങ്കിൽ 2 ക്വസ്റ്റ്യൻ വന്ന് സമയമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ ടോപ്പിക്സാണ് നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് മാറ്റ്, AMT, സെക്ഷൻ 10AA, ബിസിനസ് ട്രസ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ആൻഡ് ഫേം LLP യുടെ ഇൻകം ഡിറൈവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസാണ് ഇതിനകത്ത് വരിക. ഇതിനകത്ത് 10 മാർക്സിൻ്റെ എന്തായാലും വരുന്ന ഒരു ടോപ്പിക്കാണ്. ന്യൂ കോഴ്സിനകത്ത് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, മാറ്റിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം എന്തായാലും ഇതിനകത്ത് മാറ്റിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഈ പ്രാവശ്യം ഡെഫിനറ്റ് ആയിട്ട് വരും. ഓർ ഫേം ആൻഡ് LLPയിലെ ഇൻകം ഡിറൈവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനും ഇതിനകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് ട്രസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൽ ക്വസ്റ്റ്യൻസ് കുറേ ആയിട്ട് വന്നിട്ടില്ല. 2016 ലാസ്റ്റ് ടൈം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തുനിന്നുള്ള ജസ്റ്റ് ടെക്നിക്കൽ അത്ര ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ബിസിനസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്. അതൊന്ന് നോക്കിയിട്ട് പോവുക. അതിനുള്ള ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞ നോട്ട്സിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഇനോൾ ഇതിനകത്ത് 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും ഇതിനകത്ത് 1 or 2 ക്വസ്റ്റ്യൻ ഇതിനകത്ത് എക്സ്പെക്റ്റഡ് ആണ്. അപ്പോൾ ഇത് ചെയ്തിട്ട് പോവുക. സോ ഇനോൾ ഫ്രം ചാരിറ്റബിൾ ട്രസ്റ്റ്, TDS, PGBP, വേരിയസ് എൻറ്റിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 മാർക്സിൻ്റെ ഫുൾ ടോട്ടൽ വെയിറ്റേജ് ആണ് ഇതിനകത്ത് വരിക. അപ്പം എബവ് പാർട്ട് ആൻഡ് ദിസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് 35 മാർക്സിൻ്റെ കാറ്റഗറി A, അത് കഴിഞ്ഞിട്ട് കാറ്റഗറി ഈ പറഞ്ഞ ടോപ്പിക്സും കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് 50 മാർക്സ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 85 മാർക്സിൻ്റെ ആണ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഈ 85 മാർക്സിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കോൺസെപ്റ്റ് നോട്ട്സ് തറോ ആയിട്ട് ആദ്യം വായിച്ചതിന് ശേഷം പിന്നെ ഈ നോട്ട്സ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ അതിനകത്തുള്ള ടോപ്പിക്സും അതിനകത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒക്കെ കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ത്രൈസ് ആയിട്ട് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഇൻ എ ബെറ്റർ പൊസിഷൻ ദാറ്റ് യു ക്യാൻ സ്കോർ 60+ മാർക്സ് ഇൻ ദിസ്. സോ ദാറ്റ് ഈസ് ദ വേ ഓഫ് സ്റ്റഡിങ് ദിസ് വൺ. ഞങ്ങൾക്കിനി കാറ്റഗറി ബിയിലോട്ട് പോകാം. കാറ്റഗറി ബിൻ്റെ അകത്ത് ഫസ്റ്റ് കവർ ചെയ്യുന്ന ടോപ്പിക്കാണ് ഗാറിൻ്റെ അകത്ത് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് ആണ്. ഇതുവരായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, പക്ഷേ എന്തായാലും ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഓൾറെഡി ഈ നോട്ട്സിനകത്ത് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനകത്തൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരുള്ളൂ. സോ അതിനകത്തൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് ആണ്. നിങ്ങൾക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗാറിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും ചെയ്തിട്ട് പോകാം. ഇതിനകത്തൊരു 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് ആണ്. നെക്സ്റ്റ് ഉള്ളത് സെക്ഷൻ 80 IAC, ഒരു സ്റ്റാർട്ടപ്പിൻ്റെ മുകളിലുള്ളൊരു ഡിഡക്ഷനാണ്. അതിൻ്റെ മുകളിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്തായാലും ചോദിക്കുന്നുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതും എന്തായാലും കവർ ചെയ്തിട്ട് പോകാം. ഈ പറഞ്ഞ ടോപ്പിക്സ് ഞാൻ അബവ് പറഞ്ഞ ടോപ്പിക്സിൻ്റെ അകത്തും ഗാറിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ATAC പറഞ്ഞ ഈ സെക്ഷൻ റെഫർ ചെയ്യുമ്പോൾ ഇതിനകത്ത് MCQസിൻ്റെ ക്വസ്റ്റ്യൻസും കവേർഡ് ആണ്. MCQ സോൾവ് ചെയ്യാനും നിങ്ങൾക്കിത് ഈസിലി ഹെൽപ്ഫുൾ ആയിരിക്കും. MCQ വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഈ പറഞ്ഞ ടോപ്പിക്സ് കവർ ചെയ്യുമ്പോൾ തന്നെയുള്ള അതിൻ്റെ സെക്ഷൻസിൻ്റെ ബേസിസിൻ്റെ മുകളിലാണ്, ആ വെയിറ്റേജിൻ്റെ മുകളിൽ തന്നെയാണ് MCQ വരുന്നത്. ഇൻ കേസ് ഓഫ് അമൽഗമേഷൻ, ഈ ക്വസ്റ്റ്യൻ വളരെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നതാണ്. അതെന്തായാലും നോക്കിയിട്ട് പോകാം. വളരെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് സെറ്റ് ഓഫ് ഇൻ കേസ് ഓഫ് അമൽഗമേഷൻ. അപ്പം അതെന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിയിട്ട് പോകേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഞാൻ പറയുന്നത് ക്യാപിറ്റൽ ഗെയിനിൽ അധികം ടോപ്പിക്സിൻ്റെ അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല, പക്ഷേ ബൈബാക്ക് ആൻഡ് സ്ലം സെയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അതെന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിയിട്ട് പോവുക. 2016 ലാസ്റ്റ് ടൈം എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ടോപ്പിക്സ് ഈ രണ്ടൊക്കെ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ഞാനിവിടെ കവർ ചെയ്തിട്ടുള്ളത് ടണേജ് ടാക്സേഷൻ കാൽക്കുലേഷൻ. അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതല്ല. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവരെ മൊഡ്യൂളിനകത്ത് ഇതിനകത്തുള്ള ഒരു എക്സാമ്പിൾ എടുത്തിട്ട് കാൽക്കുലേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നോട്ട്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തായാലും നിങ്ങൾക്ക് ടണേജ് ടാക്സേഷൻ കാൽക്കുലേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് കാണാം. പ്ലസ് ഇത് RTP MTQ പിന്നെ അത് MCQ ബേസിൻ്റെ അത് ഈ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും ഒന്ന് നോക്കിയിട്ട് തീർച്ചയായിട്ടും നോക്കിയിട്ട് പോകണം. സോ ടണേജ് ടാക്സേഷൻ കാൽക്കുലേഷൻ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവുക. ബേസ് മേ ബി MCQ may also be asked or a descriptive അതൊരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. സോ പ്ലീസ് ലുക്ക് ഇൻ ടു ദാറ്റ്. ആ ടണേജ് ടാക്സേഷൻ്റെ കാൽക്കുലേഷൻ, ദാറ്റ് ഈസ് കാൽക്കുലേഷൻ, അതിനകത്തുള്ള ഫുൾ തിയറി അങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ കാൽക്കുലേഷൻ അതിൻ്റെ ബേസിസ് എങ്ങനെയാണ് അത് ജസ്റ്റ് കാൽക്കുലേഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. അതിന് മുകളിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അധികം വരാനുള്ള പോസിബിലിറ്റി.
നെക്സ്റ്റ് ടോപ്പിക് ഈസ് അസസ്മെൻറ്റ് പ്രൊസീജിയർ അപ്പീൽസ് റിവിഷൻ അങ്ങനെയുള്ള കുറേ ടോപ്പിക്സ് ഉണ്ട്. പക്ഷേ ഇതൊന്നും അവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ ക്വസ്റ്റ്യൻസ് സെക്ഷൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ലൈക്ക് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ലൈക്ക് 132 സെർച്ചിൻ്റെ മുകളിലുള്ള സെക്ഷനാണ്, 139 റിട്ടേൺ ഫയലിംഗിൻ്റെ ആണ്, 144 ബസ് ജഡ്ജ്മെൻ്റ് ആണ്, 147 ദറ്റ് ഇസ് റീ അസസ്മെൻറ്റ്, 153 സെർച്ച് ബേസ് അസസ്മെൻ്റ് ആണ്, 263 264 ദറ്റ് ഇസ് സെക്കൻഡ് റിവിഷൻ്റെ മുകളിലുള്ള ടോപ്പിക്സ് ആണ്. ഇതിൻ്റെ മുകളിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അധികം റിപ്പീറ്റഡ് ആയിട്ട് വരാൻ പോകുന്നത്. ഈ ഫ്രീ നോട്ട്സിനകത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് ധാരാളം ക്വസ്റ്റ്യൻ കാണും. അതുമാത്രം തന്നെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്റ്റഡ് ആണ് ഔട്ട് ഓഫ് ദീസ്. മോസ്റ്റ്ലി ഇറ്റ് ഈസ് ഗെറ്റിംഗ് റിപ്പീറ്റഡ്. അപ്പോൾ 90% ഇതിനകത്ത് വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞ കാറ്റഗറി ബി വായിക്കുന്നേരം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി. ഈ നോട്ട്സിനുള്ള ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതി. ഇതിനകത്ത് ഒരു കോൺസെപ്റ്റ് നോട്ട്സോ മറ്റേതോ ഒന്നും വായിക്കാൻ നിൽക്കേണ്ട. ഡോണ്ട് വേസ്റ്റ് എനി ടൈം, ഡയറക്ട്ലി ഗെറ്റ് ഇൻ ടു ദി ക്വസ്റ്റ്യൻ. അത് ഗാർ ആയാലും ATIC ആയാലും ബൈബാക്ക്, സ്ലം സെയിൽ, ടണേജ് കാൽക്കുലേഷൻ, ടണേജ് കാൽക്കുലേഷൻ, ജസ്റ്റ് ഈ കാൽക്കുലേഷൻ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കിയാൽ മതി. അസസ്മെൻറ്റ് പ്രൊസീജിയറിൽ ഈ പറഞ്ഞ ടോപ്പിക്സ്, ഈ പറഞ്ഞ സെക്ഷൻസിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ്ലി എടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. ജസ്റ്റ് അതിൻ്റെ വേറെ തിയോറിറ്റിക്കൽ പാർട്ടോ അതിൻ്റെ കോൺസെപ്റ്റ് പാർട്ടോ അങ്ങനെ വായിക്കാനുള്ള ആവശ്യമില്ല. ഡയറക്റ്റ്ലി യു ക്യാൻ ഗെറ്റ് ടു ദി ക്വസ്റ്റ്യൻസ് ബിക്കോസ് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് 90% ഓഫ് പാർട്ട് ഈസ് ഗെറ്റിംഗ് റിപ്പീറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരാൻ പോകുന്നത്. സോ ജസ്റ്റ് ഫോക്കസ് ഓൺ ദ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ്ലി. നെക്സ്റ്റ് ഒരു പാർട്ട് പെനാൽറ്റി സെക്ഷൻ 278 ഒരു പാർട്ട് ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ അതേഴ്സിൽ സെക്ഷൻ 269S SS ST ഈ ഒരു പാർട്ട് ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് പോകും. അതേഴ്സ് ഇതിനകത്ത് MCQs അഥവാ വന്നിട്ട് തന്നെ ടോട്ടൽ ഒരു 4 to 8 മാർക്സ് ഇതിനുള്ളിലായി ഇത് സെക്യൂർ ചെയ്യാം. ഈ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. സോ ഓവറോൾ കാറ്റഗറി ബി വിൽ ഹെൽപ്പ് യു സെക്യൂർ 20 to 25 മാർക്സ് ഔട്ട് ഓഫ് ദീസ് ടോപ്പിക്സ്. എന്തായാലും ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നതാണ്. So just do this one. Category A and Category B. Category A and Category B കവർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ 85 മാർക്സ് ആൻഡ് ഹിയർ 25 മാർക്സ് 20 മാർക്സ്. സോ ഇറ്റ് ഈസ് 110ൻ്റെ മുകളിലുള്ള മാർക്സിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈം അവൈലബിൾ ഉണ്ടെങ്കിൽ, ജസ്റ്റ് ടൈം അവൈലബിലിറ്റി ഉണ്ട്, ജസ്റ്റ് യു ഹാവ് ടു ഗോ പുഷ് ഹാർഡ്. ഞാൻ പറഞ്ഞില്ലേ കാറ്റഗറി എ ചെയ്യുമ്പോൾ അതിന് 3 times റിവൈസ് ചെയ്ത് വെച്ചു, ഇൻക്ലൂഡിങ് യുവർ കോൺസെപ്റ്റ് നോട്ട്സ് ആൻഡ് യുവർ ദ ക്വസ്റ്റ്യൻസ്. ആൻഡ് കാറ്റഗറി ബി ചെയ്യുമ്പോൾ കോൺസെപ്റ്റ് നോട്ട്സ് വായിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഡയറക്റ്റ്ലി ഗെറ്റ് ടു ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ 1 or 2 ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പിക്കപ്പ് ആവും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് മൂവ് ടു ദ കാറ്റഗറി സി. ഗോ ടു ദ കാറ്റഗറി സി. വാട്ട് ഓൾ ആർ ദർ, ജസ്റ്റ് സി. കാറ്റഗറി സിയിൽ എന്താണ്? കാറ്റഗറി എയിലും കാറ്റഗറി ബിയിലും കവർ ചെയ്യാത്ത ബാക്കിയുള്ള എല്ലാ ബാലൻസ് കോൺസെപ്റ്റും ഈ കാറ്റഗറി സിയിലാണ് ഉള്ളത്, ആൻഡ് ഇൻക്ലൂഡിങ് കേസ് ലോസ്. ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേസ് ലോസ് ഞങ്ങൾക്ക് എവിടെ നിന്നാണ് വായിക്കേണ്ടത്. ചില ഓത്തേഴ്സ് 500 കേസ് ലോസ് തന്നിട്ടുണ്ട്, ചില ഓർത്തിനകത്ത് അതിലും കൂടുതലുള്ള കേസ് ലോസ് അവൈലബിൾ ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന് ജസ്റ്റ് മൊഡ്യൂൾസിൻ്റെ അകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് തന്ന കേസ് ലോസിനകത്ത് 100 കേസ് ലോസ് ഉണ്ട്. ഈ ഇത്രയും കേസ് ലോസ്, ചില ആൾക്കാർ ഇതിനെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള നോട്ട്സും മേക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് അതിനകത്തുള്ള കേസ് ലോ എന്താണ്, അതിനകത്ത് ആ കേസ് ഡിസിഷൻ എന്തുവെന്നുള്ള ജസ്റ്റ് അതും തന്നിട്ടുണ്ട്. അതിനകത്ത് അഥവാ നിങ്ങൾ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാണ് വരിക, ഈ ജസ്റ്റ് അതിനകത്ത് കേസ് ലോൻ്റെ നെയിം, ജഡ്ജ്മെൻറ്റും ഈ കേസ് ലോയും ജസ്റ്റ് ഓർത്തെടുത്താൽ മതി ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കേസ് ലോ ബേസ്ഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ 3 ഞങ്ങൾ മെനക്കെട്ടിട്ട് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ എത്ര മാർക്സിൻ്റെയാണ് വരുന്നത്? 4 മാർക്സിൻ്റെയാണ് നിങ്ങൾക്ക് വരുന്നത്. അതിലും കൂടുതൽ വെയിറ്റേജ് ഇല്ല ഈ കാറ്റഗറി എ ആൻഡ് കാറ്റഗറി ബി ചെയ്ത് കഴിഞ്ഞാൽ. സോ കാറ്റഗറി സിനകത്ത് ഈ കേസ് ലോ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇത്രയും കൂടുതൽ കേസ് ലോ ജസ്റ്റ് മെമ്മറൈസ് ചെയ്യാനോ അല്ലാത്തുള്ള ഡിസിഷൻ മേക്കിംഗ് ഓർത്തെടുക്കുന്നതിനെക്കാട്ടും നല്ലതാണ്. ഐ തിങ്ക് ഇറ്റ് ക്യാൻ ബി ലെഫ്റ്റ് ഔട്ട്. ഇൻ കേസ് ആർക്കെങ്കിലും കേസ് ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം അവർ കേസ് ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജസ്റ്റ് ഈ 100 കേസ് ലോ ഉണ്ട്, ജസ്റ്റ് ആ കേസ് എന്താണ് അതിൻ്റെ ജഡ്ജ്മെൻറ്റും പറഞ്ഞ് കേസിലോടെ പേര് മാത്രം ഓർത്തെടുത്തിട്ട് ജസ്റ്റ് ഇഫ് ഇറ്റ് ഇസ് 100 or 60 or 30 ബവർ ബുറന എന്ന് പറഞ്ഞ ഒരാളുടെ കേസിലോടെ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. നോട്ട്സ് മീൻസ് ജസ്റ്റ് ഹാർഡ്ലി എ പേജ് ഓർ 2 പേജിൻ്റെ ആയിരിക്കും. അതിനകത്ത് കാറ്റഗറി എ കാറ്റഗറി ബി ഉണ്ടാവും. കാറ്റഗറി എയിനകത്തുള്ള ഒരു 35 കേസ് ലോ അവർ എപ്പോഴും റിലീസ് ചെയ്യുന്നതാണ്. ഈ 35 കേസസ് ലോറിനകത്ത് നിന്ന് ഏതെങ്കിലും ഒന്നായിരിക്കും ചിലപ്പോൾ വരിക, ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. ഈ 4 മാർക്സിന് വേണ്ടിയിട്ട് ഇത്രയും എഫേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. So I'm not demotivating. If anybody want to look beyond it, so you can do that. Otherwise it's not required. പിന്നെ കേസിലുള്ള കാര്യം തന്നെ ഇനിയും പറയുകയാണെന്നെങ്കിൽ കേസിലുള്ള അധികം ഈ അസസ്മെൻറ്റ് പ്രൊസീജിയറുള്ള കോൺസെപ്റ്റുള്ള കുറേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരിക. ഈ അസസ്മെൻറ്റ് പ്രൊസീജിയർ എന്നുള്ളത് ടോപ്പിക്ക് നിങ്ങൾ ഓൾറെഡി ഈ ഫ്രീ നോട്ട്സിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ കേസിലുള്ള കാര്യം ഓൾറെഡി കവേർഡ് ആയിരിക്കും. അപ്പം അസസ്മെൻറ്റ് പ്രൊസീജിയർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും.
കാറ്റഗറി സി ഇതിനകത്ത് ധാരാളം ടോപ്പിക്സ് ഉണ്ട്. ലൈക്ക് സാലറി, ഹൗസ് പ്രോപ്പർട്ടി, അതർ സോഴ്സസ്. ഈ അതർ സോഴ്സിൽ സ്പെസിഫിക്കലി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതർ സോഴ്സിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഡിവിഡൻഡ് ഇൻകം ഇപ്പം ടാക്സബിളാണ്. UTI ഷെയർഹോൾഡറുടെ കയ്യിൽ അത് ടാക്സബിളാണ്. അതിൻ്റെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കിയിട്ട് പോവുക. ബിക്കോസ് വലിയ ക്വസ്റ്റ്യൻസ് വരുന്നേരം ലൈക്ക് PGBനകത്ത് തന്നെ ചില അതർ സോഴ്സിലെ പിക്സിൻ്റെ മുകളിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പാർട്ട് ഫ്രം ദാറ്റ് അപ്പീൽ, ITSC, income tax settlement commission, other penalties, prosecution, miscellaneous advance ruling, other direction, clubbing, set off, exempt income ആൻഡ് അതർ NR പ്രൊവിഷൻസ്. ഇതൊക്കെ ഇതിനകത്ത് കാറ്റഗറി സിനകത്ത് കവർ ചെയ്യുന്ന കാര്യമാണ്. NR പ്രൊവിഷൻസ്, അതർ NR പ്രൊവിഷൻ മീൻസ് NR പ്രൊവിഷൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ കാറ്റഗറി എയിനകത്ത് കവർ ചെയ്ത് കഴിഞ്ഞു. ബാക്കി വരുന്നതൊക്കെ ഇതിനകത്താണ് ഉള്ളത്. സോ അത് if in case this time is permitting you can do this fix. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ, കാറ്റഗറി സിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്? കാറ്റഗറി സിൻ്റെ പ്രിപ്പറേഷൻ ഇഫ് യു ഹാവ് ടൈം, സോ സെലക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള അതിനകത്ത് സെലക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി. ഹാർഡ്ലി 4 to 5 മാർക്സ് മീൻസ് ഇൻ ഓവറോൾ കവറേജ് ഇതിനകത്ത് ഫുൾ ഓവറോൾ നിങ്ങൾ എടുത്തെങ്കിൽ ഈ ടോപ്പിക്കിൻ്റെ അകത്ത് 10 to 12 മാർക്സ് ആണ് വരിക. അപ്പോൾ ഇതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് സെലക്റ്റീവ് സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. So you can do out of these topics. So just do a selective questions, directly go for questions, don't do anything else, just do the selective questions. പിന്നെ ഈ കാറ്റഗറി സിനകത്ത് കാണിക്കുന്നതിനകത്ത് ലൈക്ക് BPS ടാക്സ് ട്രീറ്റി ആൻഡ് മോഡൽ ടാക്സ് കൺവെൻഷൻ, ഇത് ഓൺലി ഫോർ ന്യൂ സിലബസ് ആണ്. ഓൾഡ് കോഴ്സിന് ഈ ടോപ്പിക്സ് അവൈലബിൾ അല്ല, അവരത് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇൻ കേസ് ഇഫ് യു കവറിങ് ഇതൊക്കെ കാറ്റഗറി സിയിലാണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ്ലി കേസ് ലോസും ഇതിനകത്ത് കവർ ചെയ്യുന്നത്. കേസ് ലോസ് അഥവാ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ, അഥവാ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ ബവർ ബുറാന ഞാൻ പറഞ്ഞ പോലെ തന്നെയുള്ള 35 കേസ് ലോസ് വേണമെങ്കിൽ അത് നോക്കാം. അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവില്ല. ദാറ്റ് മീൻസ് ഇഫ് യു ആർ ഡൗൺലോഡിങ് എ സപ്ലിമെൻ്ററി ഓഫ് ഡയറക്റ്റ് ടാക്സസ്, അതിനകത്ത് ലേറ്റസ്റ്റ് വരുന്നുള്ള കേസ് ലോസ് ഉണ്ടാവും, അതിനകത്ത് വരുന്നു. മാക്സിമം ആയിട്ട് അതൊരു 4 മാർക്സിനാണ് വരുന്നത്. അപ്പം ജസ്റ്റ് 2 മാർക്സിൻ്റെ ആയിരിക്കും കേസ് ലോ ക്വസ്റ്റ്യൻ. സോ യു ക്യാൻ ലുക്ക് ഇൻ ടു ദാറ്റ് ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് ഓർ നോട്ടിഫൈഡ് കേസ് ലോ, അത് പഠിച്ചാലും മതി. അങ്ങനെ ഇപ്പോൾ ഓവറോൾ പറയാൻ വെച്ചാൽ കാറ്റഗറി എ നിങ്ങൾക്ക് 3 times റിവൈസ് ചെയ്യണം വിത്ത് കോൺസെപ്റ്റ് നോട്ട്സ് ആൻഡ് ദ നോട്ട്സ് വിച്ച് ഈസ് അവൈലബിൾ all the questions thoroughly from this. And category A you can secure 85 marks in that. 85 marks in the topics ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. So you will be able to cover your 60+ marks in that. പിന്നെ കാറ്റഗറി ബിനകത്ത് 90% ക്വസ്റ്റ്യൻസ് റിപ്പീറ്റേറ്റീവ് ആണ്. ഈ ക്വസ്റ്റ്യൻസിനകത്ത് ഡയറക്റ്റ്ലി നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആണ് നോക്കേണ്ടത്. നിങ്ങൾക്ക് ടോപ്പിക്സ് വേറെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് നോട്ട്സോ ഒന്നും റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി ഗോയിങ് ടു ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ക്യാൻ സോൾവ്. അത് കഴിഞ്ഞിട്ട് ടൈം വീണ്ടും പെർമിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി സിനകത്ത് സെലക്റ്റീവ് ടോപ്പിക്സ് എടുത്തിട്ട് സെലക്റ്റീവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്താൽ മതി. ദാറ്റ് വേസ് യു ക്യാൻ ഫോക്കസ് ഓൺ കേസ് ലോ ആസ് വെൽ. കേസ് ലോസിനകത്ത് ലേറ്റസ്റ്റ് നോട്ടിഫൈഡ് ആയിട്ടുള്ള കേസ് ലോസ് നിങ്ങൾക്ക് നോക്കാം. അല്ലെങ്കിൽ ബവർ ബുറാന എന്നുള്ള ആളുടെ ഒരു ഓഥറാണ്, അവരുടെ കേസ് ലോ അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ലൈക്ക് സമ്മറി അവർ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തരും. ആ സമ്മറിനകത്ത് പ്രിസൈസ്ലി ഒരു പേജിനകത്ത് തന്നെ അയാൾ എല്ലാ 35 കേസ് ലോസും കാറ്റഗറി എ കാറ്റഗറി ബി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കാറ്റഗറി എയിനകത്ത് സ്പെഷ്യലി ഫോക്കസ് ചെയ്യുക. ജസ്റ്റ് അതിനകത്തുള്ള ജഡ്ജ്മെൻറ്റ് എന്തായിരുന്നു ഡിസ്കഷനുള്ള ജസ്റ്റ് അതിനകത്തിട്ടുള്ള ഡിസിഷനും അയാൾ തന്നിട്ടുണ്ടാവും അലോങ് വിത്ത് ദ കേസ് ലോ നെയിം. വെരി സിമ്പിൾ ടു റിമെമ്പർ ഓൾസോ. ഇഫ് യു വാണ്ട് ടു അറ്റംപ്റ്റ് ദാറ്റ് യു ക്യാൻ ഡു ദാറ്റ് ഓൾസോ. ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് MCQ പ്രാക്ടീസ്. ഈ MCQ എവിടെ നിന്നാണ് ചെയ്യുന്നത്? MCQ ഞങ്ങൾ ഈ പഠിഞ്ഞ കാറ്റഗറി എ കാറ്റഗറി ബി കാറ്റഗറി സിയുടെ ടോപ്പിക്സ് കവർ ചെയ്യുമ്പോൾ തന്നെ MCQs ഒക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. കാറ്റഗറി എ കാറ്റഗറി ബി ചെയ്തപ്പോൾ തന്നെ എല്ലാ MCQs കവർ ചെയ്ത് കഴിഞ്ഞു ഓൾമോസ്റ്റ്. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലി ICI MCQ കമ്പൈലർ, ദാറ്റ് ഈസ് MCQയുടെ കമ്പൈലർ ഇപ്പോൾ ICI തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾ RTP MTP പിന്നെ പാസ്റ്റ് പേപ്പേഴ്സിൽ കവർ ചെയ്തിട്ടുള്ള എല്ലാ MCQ അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ആ കമ്പൈലറിൽ തന്നിട്ടുള്ള MCQ മാത്രം നിങ്ങൾ സോൾവ് ചെയ്തിട്ട് പോയാൽ മതി. വേറെ പുറത്തുനിന്നുള്ള ഓത്തറുടെ ഓരോ MCQയും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. എവറി ക്വസ്റ്റ്യൻ ഈസ് ബേസ്ഡ് ഓൺ ദീസ് കൈൻഡ് ഓഫ് MCQs. ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ് ദാറ്റ് ആൻഡ് പ്രീവിയസ്ലി എനിക്കും ഇതൊക്കെ തന്നെയായിരുന്നു സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് പ്രീവിയസ് MCQs അവർ MTP ആൻഡ് RTPനകത്ത് കവർ ചെയ്തിട്ടുള്ള അതേ സിമിലർ ബേസിസ് നോക്കിയിട്ട് പോയാൽ മതി. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല.
ഇനി ഞങ്ങൾക്ക് കുറച്ച് അതർ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഞങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. ലൈക്ക് ഫസ്റ്റ് ഐ ഹാവ് മെൻഷൻഡ് ഇസ് സെക്ഷൻ നമ്പർ എവിടെയൊക്കെ കോട്ട് ചെയ്യണം. ഈ സെക്ഷൻ നമ്പർ എങ്ങനെ ഓവറോൾ ടോപ്പിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻസ് അല്ല. പക്ഷേ ഈ പറഞ്ഞ ടോപ്പിക്സിൽ ഞാൻ എഴുതിയ ഈ ടോപ്പിക്സിൽ എന്തായാലും സെക്ഷൻ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ഇൻ PGVP സെക്ഷൻ 28 നോക്കിയിട്ട് സെക്ഷൻ 44A വരെ കംപ്ലീറ്റ് ചെയ്യുന്നുള്ള ഒരു സെക്ഷനാണുള്ളത്. കുറേയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ തന്നെ ഉണ്ടാവും. എന്തായാലും സെക്ഷൻ 28, സെക്ഷൻ 32 ഫോർ ഡെപ്രിസിയേഷൻ, സെക്ഷൻ 35 വരുന്ന കാര്യങ്ങൾ, സെക്ഷൻ 37, സെക്ഷൻ 44 ഇതിനൊക്കെയുള്ള സെക്ഷൻസ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിച്ച് വയ്ക്കുക. എന്നിട്ട് അത് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പം ടോപ്പിക്കിലെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പം ഈ സെക്ഷൻ കോട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഈ പറഞ്ഞതിനോട്ട് എഴുതാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് ഈസ് TDS അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെക്കേണ്ടത്. ലൈക്ക് സെക്ഷൻ TDS അകത്ത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പഠിക്കാനും എളുപ്പമാണ്. സെക്ഷൻ 92, സെക്ഷൻ 94, സെക്ഷൻ 195 ഓക്കെ, അതൊക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്കത് പ്രിപ്പയർ ചെയ്യാനും പറ്റും. അത് അവിടെ കോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് ഈസ് ഡിഡക്ഷൻ്റെ അകത്തും എല്ലാ സെക്ഷൻസും ഒന്ന് ഓർത്തെടുത്ത് വെക്കുക. സെക്ഷൻ ഡിഡക്ഷനിൽ ഓൾറെഡി ഞാൻ എബോവ് ടോപ്പിക് കവർ ചെയ്തിട്ടില്ല, അത്ര മാത്രം ചെയ്താൽ മതി. ഡിഡക്ഷൻ്റെ അകത്ത് വേറെ കുറേയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മേലെ കവർ ചെയ്തിട്ടുണ്ടല്ലോ ATC, ATCCC, ATD ഓക്കെ, ATGGB, ATJAA അങ്ങനെയുള്ള എല്ലാ ഡിഡക്ഷൻസും, ATIAC, അത് സ്റ്റാർട്ടപ്പിനുള്ള ഡിഡക്ഷൻ, അതൊക്കെ ജസ്റ്റ് ഓർത്തെടുത്ത് വെച്ചാൽ മതി. ആൻഡ് യു ഷുഡ് ബി ഏബിൾ ടു റൈറ്റ് ഇറ്റ് ആൻഡ് എക്സ്പ്രസ് യുവർ സെൽഫ്. ട്രാൻസ്ഫർ പ്രൈസിൻ്റെ സെക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അത് ചെയ്തു വെച്ചാൽ നല്ലതായിരിക്കും. അതും 5-6 സെക്ഷൻസേ ഉള്ളൂ ട്രാൻസ്ഫർ പ്രൈസിങ്ങിൽ. എബവ് ചെയ്തിട്ടുള്ള ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള കാറ്റഗറി Aയിൽ അത് മാത്രം ഫോക്കസ് ചെയ്ത് വന്നാൽ മതി. എന്നാലും സെക്ഷൻ നമ്പർ ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതായിരിക്കും. അസസ്മെൻറ്റ് പ്രൊസീജിയറിൻ്റെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ സെക്ഷൻ നമ്പർ കോട്ട് ചെയ്യണം. ലൈക്ക് അതും ഞാൻ മേലെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 132, 139, 147, 148 നോട്ടീസസിൻ്റെ, 153A, 263 റിവിഷൻ, 264 റിവിഷൻ, ഇതൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കുക. സോ അസസ്മെൻറ്റ് പ്രൊസീജിയറിൻ്റെ ഈ സെക്ഷൻസ് ഒന്ന് ഓർത്തെടുക്കുക. ഇതിന് മാത്രം ചെയ്താൽ മതി. ബാക്കി ഡയറക്റ്റ് ടാക്സിൻ്റെ ഒരു ടോപ്പിക്കും ഒരു കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിനകത്ത് സെക്ഷൻ നമ്പർ യൂസ്ഫുൾ അല്ല. ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ്, ഇറ്റ് ഈസ് ടോട്ടലി നോട്ട് റിക്വയർഡ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ ടോപ്പിക്സിൽ മാത്രം സെക്ഷൻ നമ്പർ നിങ്ങളൊന്ന് ഓർത്തെടുത്ത് വയ്ക്കുക. കുറേയൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയുണ്ടാവും, പക്ഷേങ്കിൽ അത് എന്തായാലും കോട്ട് ചെയ്തിട്ട് വരണം. നെക്സ്റ്റ് ഈസ് റൂൾ നമ്പർ ടോട്ടലി ഇറലവൻ്റ് ആണ്. അത് ഒരിക്കലും അതിനെ മേലും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഈസ് കേസ് ലോസിൻ്റെ പേര്. കേസ് ലോ തന്നെ ഇറലവൻ്റ് ആണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേങ്കിൽ കേസ് ലോ അഥവാ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ കേസ് ലോയുടെ പേര് എഴുതിയിട്ട് നിങ്ങൾ ശരിക്കും എക്സ്പ്രസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും 3 മാർക്സ് കിട്ടുള്ളൂ. അതിനകത്ത് ഔട്ട് ഓഫ് മാർക്സ് കിട്ടില്ല. അപ്പോൾ അത് എടുത്ത് വെക്കുന്നതിന് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ കേസ് ലോസ് ടോട്ടലി ഇറലവൻ്റ് ആണ്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട തീരെ ആവശ്യമില്ല. യു ക്യാൻ exclude those from your preparation. ഡയറക്റ്റ് ടാക്സിൻ്റെ പ്രിപ്പറേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് യു മസ്റ്റ് ബി റിക്വയർഡ് ടു വർക്കിംഗ് നോട്ട് ഫോർ every single point what you are expressing in your paper you need a working note. Suppose if I am saying that if you are doing a PGVP question and there is an adjustment of just add back or less ചെയ്യുന്നതാണ് നിങ്ങൾ. അപ്പോൾ ആ ജസ്റ്റ് ആഡ് ബാക്ക് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തന്നെ നിങ്ങൾക്കൊരു വർക്കിംഗ് നോട്ട് താഴെ എക്സ്പ്രസ് ചെയ്ത് വരുമ്പോൾ ഓക്കെ ദിസ് ഈസ് ബീൻ ആഡഡ് ബാക്ക് ഫോർ ദിസ് റീസൺ. അതൊരു 8-9 ലൈനിൻ്റെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 2 to 3 ലൈൻസിൻ്റെ അകത്ത് നിങ്ങളത് എക്സ്പ്രസ് ചെയ്താലും മതി. സോ യു നീഡ് എ വർക്കിംഗ് നോട്ട് വെർ യു ആർ ജസ്റ്റിഫൈങ് വൈ യു ഹാവ് ആഡഡ് ബാക്ക്. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് എ ഡെപ്രിസിയേഷൻ ആഡ് ബാക്ക് ചെയ്തു, അതെല്ലാവർക്കും അറിയുന്ന കാര്യമില്ല. പക്ഷേ ആഡ് ബാക്ക് ചെയ്തു, ചിലത് നിങ്ങൾ മൈനസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത്രയും ഉള്ള ഒരു സിമ്പിൾ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ യു ഹാവ് ടു റൈറ്റ് ആൻ അഡ്ജസ്റ്റ്മെൻറ്റ് ദാറ്റ് ദിസ് ഹാസ് ബീൻ ആഡഡ് ബാക്ക് അണ്ടർ സെക്ഷൻ 32 ആൻഡ് ദിസ് ഹാസ് ബീൻ റിവേഴ്സ്ഡ് അണ്ടർ ദിസ്. അങ്ങനെ അതവിടെ ആസ് പെർ കമ്പനീസ് ആക്ട് ഇറ്റ് ഹാസ് ബീൻ ആഡഡ് ബാക്ക് ആൻഡ് ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് ദിസ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ്. സോ അത് ഒരു വർക്കിംഗ് നോട്ടിനകത്ത് കാണിച്ചു കൊടുക്കുക. അപ്പം സിമ്പിളായിട്ടുള്ളൊരു വർക്കിംഗ് നോട്ട് നിങ്ങൾക്ക് പറയാം. അപ്പോൾ അങ്ങനെ വർക്കിംഗ് നോട്ട് കമ്പൽസറി ആയിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യുന്നതാണ് DTയുടെ പേപ്പർ സോൾവ് ചെയ്യുമ്പോൾ. ആൻഡ് ദിസ് വിൽ ഹെൽപ്പ് യു സെക്യൂർ ഗുഡ് മാർക്സ്. പിന്നെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ വർക്കിംഗ് നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പം വർക്കിംഗ് നോട്ടിൻ്റെ അകത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പം ഈ വർക്കിംഗ് നോട്ട് നിങ്ങൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെയായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ട് വരണം. അതിന് വേറെ സെപ്പറേറ്റ്ലി വേറെ ഒരു പേജിൽ എഴുതാൻ നിൽക്കണ്ട. അതിൻ്റെ കൂടെ തന്നെ പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അവരത് ചെക്ക് ചെയ്യാനും വളരെ ഈസിയാണ്. ഒരു 3 to 4 ലൈൻസ് ഒരു 5 ലൈൻസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടാണ് വളരെ നല്ലത്. ലൈക്ക് മീൻസ് ഇഫ് സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു മണി എക്സീഡിങ് 10,000 മുകളിൽ ലിമിറ്റ് പോയി, അപ്പോൾ ജസ്റ്റ് താഴെ ഇട്ടാൽ മതി സെക്ഷൻ നമ്പർ. ഇതിനകത്ത് ഈ സെക്ഷൻ്റെ കൂടെ സെക്ഷൻ
10,000 എബവ് ഈ മണി എക്സീഡ് ആയിട്ടുണ്ട്. അത്രയും സിമ്പിളായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ കൊടുത്താലും മതി. അപ്പം അതിന് വേറെ ഒരു പേജിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എക്സാമിന് അത് ചെക്ക് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്പർ 1, 2 അങ്ങനെ ഇടേണ്ടി വരും. അങ്ങനെ ചെയ്യാതെ അതിൻ്റെ കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ എക്സാമിനറിന് ജസ്റ്റ് ടോപ്പിക്കും അഡ്ജസ്റ്റ്മെൻറ്റും നോക്കാം, അഡ്ജസ്റ്റ്മെൻറ്റ് വർക്കിംഗ് നോട്ടും താഴെ തന്നെ ഉണ്ടാവും. അപ്പം ഒരു പേജിൽ തന്നെ ലൈക്ക് ഇഫ് യു ആർ മേക്കിംഗ് എ സാമ്പിൾ ലൈക്ക് ഇട്ട് കഴിഞ്ഞാൽ ലൈക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വിച്ച് നീഡ് ടു ബി ആഡഡ് ബാക്ക്, ആ അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ എഴുതുക, അഡ്ജസ്റ്റ്മെൻറ്റ് നോട്ടും അവിടെ എഴുതുക, ആ മോണിറ്ററി വാല്യൂ അവിടെ എഴുതുക. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരേ പേജിൽ തന്നെ അത് എക്സ്പ്രസ് ചെയ്ത് പോവുക. സോ നമ്പർ ഓഫ് കാൽക്കുലേഷൻ, നമ്പർ ഓഫ് പേജസ് എത്ര വിടണം അതിനുള്ള ഒരു പ്രശ്നവുമില്ല. ലൈക്ക് ആഡ് ആൻഡ് ലെസ് ചെയ്യുന്നതിനുള്ള ഒരു റീസണബിൾ നമ്പർ കൗണ്ട് ചെയ്യുക. ലൈക്ക് ഇഫ് യു ആർ കൗണ്ടിങ് ദ നമ്പർ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ഓൾ, ഇഫ് ദർ ഇസ് 14 അഡ്ജസ്റ്റ്മെൻറ്റ്, ഓക്കെ 14 അഡ്ജസ്റ്റ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ 14ൻ്റെ ഓൾമോസ്റ്റ് 50% പേജസ് ആഡിന് വേണ്ടി വരും. 50 പേജസ് യു വിൽ റിക്വയർ ഇൻ 50% പേജസ് വിൽ ബി റിക്വയർഡ് ഇൻ ലെസ് പോർഷൻ. അപ്പോൾ അതിന് കണക്കായിട്ടുള്ളൊരു സ്ഥലം വിട്ടിട്ട് യു ക്യാൻ സ്റ്റാർട്ട് റൈറ്റിംഗ് 1 by 1 അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺ ദാറ്റ് പേജസ് ആൻഡ് അതിൻ്റെ വർക്കിംഗ് നോട്ട് അതിൻ്റെ താഴെ തന്നെ കാണിച്ചിട്ട് പോവാം. സോ ഇറ്റ് ബിക്കംസ് വെരി ഈസി ഫോർ എക്സാമിനർ ടു ചെക്ക്. ഈ പറഞ്ഞ കാര്യം ചെയ്യേണ്ടത് നമ്മൾ PGBP-യുടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് എസ്പെഷ്യലി ചെയ്യേണ്ടത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ലൈക്ക് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ട്സ് താഴെ എഴുതാം, വേറെ എഴുതാം. നിങ്ങൾക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ തന്നെ സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ 14 മാർക്സിൻ്റെ PGBP-യുടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ എസ്പെഷ്യലി ശ്രദ്ധിക്കണം, അതിൻ്റെ കൂടെ തന്നെ സോൾവ് ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാണിച്ചുകൊണ്ട് പോകണം. ഇനി ഞങ്ങൾക്ക് എക്സാം ഫോർമാറ്റ്, ക്വസ്റ്റ്യൻ പേപ്പർ ഫോർമാറ്റ് ഒന്ന് നോക്കാം. 95 or more than 95% ഓഫ് ചാൻസസ് ആണ് ഇതേ ഫോർമാറ്റാണ് അവർ യൂസ് ചെയ്യാൻ പോകുന്നത് ഫോർ ദയർ ഡയറക്റ്റ് ടാക്സ് പേപ്പർ. ഈ പാറ്റേണിലാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരിക. സോ ഫസ്റ്റ് യു വിൽ സി ദാറ്റ് ഇസ് PGBP 14 മാർക്സിൻ്റെ പേപ്പർ. ആസ് ഐ ഡിസ്കസ്ഡ് എർലിയർ 14 മാർക്സിൻ്റെ പേപ്പറാണ്, ക്വസ്റ്റ്യനാണ് ഇതിനകത്ത് നിന്ന് വരാൻ പോകുന്നത് ഫോർ PGBP. ക്വസ്റ്റ്യൻ നമ്പർ 2A വരുന്നത് മാറ്റ് AMT ഫേം. ഇതിനകത്ത് നിന്നൊരു ടോപ്പിക്കാണ് നിങ്ങൾക്കിവിടെ ചോദിക്കുക. ആൻഡ് അത് 8 മാർക്സിന് വേണ്ടിയിട്ടാണ് ഉണ്ടാവുക. ക്വസ്റ്റ്യൻ 2B ഇൻ്റർനാഷണൽ ടാക്സേഷൻ, ദാറ്റ് ഇസ് 6 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് എക്സ്പെക്റ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 ചാരിറ്റബിൾ ട്രസ്റ്റ് കമ്പൽസറി ക്വസ്റ്റ്യൻ. അത് എന്തായാലും കമ്പൽസറി ആയിട്ട് വരുന്നൊരു കാര്യം, കമ്പൽസറി ക്വസ്റ്റ്യൻ അല്ല, എന്തായാലും ഷുവറായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ദാറ്റ് ഇസ് ഫോർ 8 മാർക്സാണ് ഇവിടെ വരാൻ പോകുന്നത്. ആൻഡ് B ഇസ് ഇൻ്റർനാഷണൽ ടാക്സ്, ദാറ്റ് ഇസ് 6 മാർക്സ്. sorry. Next is question 4A and 4B. So 4A rather TDS TCS 8 marks in question varan പോകുന്നത്. And B is international taxation, that is for 6 marks. You can find this. അപ്പം ഇവിടം വരെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ഇൻ്റർനാഷണൽ ടാക്സേഷൻ ആൻഡ് പറഞ്ഞ ഡയറക്റ്റ് ടാക്സിൻ്റെ ടോപ്പിക്സ് ഇവിടെ ഞങ്ങൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 5A അസസ്മെൻറ്റ് പ്രൊസീജിയർ 8 മാർക്സിൻ്റെ ഉള്ള ക്വസ്റ്റ്യനാണ് വരാൻ പോകുന്നത്. 8 അതിനകത്ത് അസസ്മെൻറ്റ് പ്രൊസീജിയറിൻ്റെയും വരാം, മേ ബി അതർ ടോപ്പിക്സും കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഫിക്സ്ഡ് ആയിട്ട് ഇപ്പോൾ വരാൻ പോകുന്നത് 8 മാർക്സിൻ്റെ അസസ്മെൻറ്റ് പ്രൊസീജിയറാണ് ഇവിടെ വരാൻ പോവുക. B ഈസ് ഇൻ്റർനാഷണൽ ടാക്സേഷൻ. ഇൻ്റർനാഷണൽ ടാക്സിൻ്റെ അകത്ത് ഏത് ടോപ്പിക്ക് വേണം വരാം. ഇൻ്റർനാഷണൽ ടാക്സിന് ഞങ്ങൾ മേലെ കവർ ചെയ്തില്ല, അതിനകത്ത് ഏത് വേണമെങ്കിലും ഇതിനകത്ത് വരാം. 4 ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടില്ല കാറ്റഗറിൻ്റെ അകത്ത്, അത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് വരാം ഫോർ 6 മാർക്സ്. ആൻഡ് ലാസ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ 6ABC, ഒരു 3 കാറ്റഗറി ആയിട്ടുള്ളത്. അതിനകത്ത് കാറ്റഗറി B and C ഞങ്ങൾ കവർ ചെയ്തിട്ടുള്ള ഗാറിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ നമ്പർ 6A വരാൻ സാധ്യതയുള്ളത്. ദാറ്റ് വിൽ ബി കമ്മിങ്. B and Cനാണ് ഇതിനകത്ത് വരാൻ പോകുന്നത്. ലൈക്ക് 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ് ഈ A and Bനകത്ത് കവർ ചെയ്യുന്നത്. Then is category C, that ABC, that is international tax ൻ്റെ ഒരു 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതിനകത്ത് വരാൻ പറ്റും. സോ ഓവറോൾ ഇത് ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇവിടെ. സോ യു ക്യാൻ സി ഈ ഫിക്സ്ഡ് പാറ്റേണിൽ തന്നെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. ലൈക്ക് ഇഫ് യു വിൽ കീപ് ദിസ് പാറ്റേൺ ആൻഡ് സ്റ്റഡി ആഫ്റ്റർ ഇഫ് യു ആർ റിവൈസിങ് ഇറ്റ് 1 or 2 and thrice, when you are finishing it, when you keep this question pattern, then you can see, okay, I am able to attempt these many questions out of this question format, and you will be seeing that you are able to secure that good marks in this one. So keep this pattern in your mind while studying. Lastly, I would also like to say that if you want to watch any revision videos for it, ഈ concept notes വായിച്ചതിന് ശേഷം if you feel that some revision videos need to be watched, AIR1 revision videos നിങ്ങൾ യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് AIR1ൻ്റെ റിവിഷൻ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബേസ്ഡ് ഓൺ പ്ലേലിസ്റ്റ് തന്നെ അവരുണ്ടാക്കിയിട്ടുണ്ട്. ലൈക്ക് യു ക്യാൻ വാച്ച് ദിസ് വീഡിയോ and you will be thorough with the topics that you are doing up.
and accordingly നിങ്ങളുടെ പ്രിപ്പറേഷൻ ലൈക്ക് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ വാച്ചിങ് ദ റിവിഷൻ വീഡിയോ ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക ആൻഡ് ദെൻ യു ക്യാൻ സ്റ്റഡി ഫ്രം ദിസ് നോട്ട്സ്. ഈ നോട്ട്സ് നിങ്ങൾ എന്തായാലും ഈ വെബ്സൈറ്റ് AR1 എന്നുള്ള AR1CA ഈ പറഞ്ഞ വെബ്സൈറ്റിനകത്ത് പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. യു വിൽ ബി ഗെറ്റിംഗ് ദ നോട്ട്സ് ഫ്രീ ഓഫ് കോസ്റ്റ് ആൻഡ് യു ക്യാൻ പ്രിപ്പയർ കവർ all these things above mentioned of ABC analysis from this topic and നിങ്ങൾക്ക് 60 marks plus നിങ്ങൾക്ക് എന്തായാലും ഷോർട്ട് ഡെഫിനറ്റ് ആയിട്ട് ദാറ്റ് ഇസ് 100% ഗ്യാരണ്ടീഡ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇത്രയും മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ലാസ്റ്റ്ലി പറയുകയാണെങ്കിൽ അഗെയിൻ ദാറ്റ് ഇസ് എൻ ഓവർവ്യൂ, കംപ്ലീറ്റ് ഓവർവ്യൂ പറയുകയാണെങ്കിൽ കാറ്റഗറി A, കാറ്റഗറി B, കാറ്റഗറി C. കാറ്റഗറി A ചെയ്യുമ്പോൾ നിങ്ങൾ കോൺസെപ്റ്റ് നോട്ട്സ് ത്രൈസ് ആയിട്ട് വായിക്കുക ആൻഡ് ദെൻ യു ക്യാൻ ഗോ ഫോർ ദി നോട്ട്സ്. The notes is available, you're downloadable and you can read from that notes. Category B only questions ചെയ്യുക, അതിനകത്ത് കോൺസെപ്റ്റ് നോട്ട്സ് ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഡയറക്ട്ലി ഡു ദ ക്വസ്റ്റ്യൻസ്. ഇഫ് ടൈം പെർമിറ്റ്സ് ദെൻ ഡു ഗോ ഫോർ കാറ്റഗറി C ഇൻക്ലൂഡിങ് കേസ് ലോസ് ഒക്കെ അത് നിങ്ങൾക്ക് ചെയ്യാം. ഇത് ചെയ്തതിന് ശേഷം you will be able to score 60+ marks in this and I will remind you again ഇതിനകത്ത് ഈ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് അസംഷൻസ്, അവർ ചെയ്ത അഡ്ജസ്റ്റ്മെൻറ്റ്, അവർ ചെയ്യുന്ന സ്റ്റൈൽ അഡ്ജസ്റ്റ്മെൻറ്റ് അതുപോലെ തന്നെ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. സോ പ്ലീസ് റെഫർ ദിസ് ബിക്കോസ് this video what I am making is highly exam oriented and it is applicable for new course as well as whole course. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ 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 ഹെൽപ്ഫുൾ ആയിരിക്കും ടു സോൾവ് ദിസ് ത്രൂ ദിസ് നോട്ട്സ്. യു വിൽ ബി ഏബിൾ ടു സ്കോർ 60+ marks and hoping the best for you and I tried my end making this video, so the preparation part is with yours. So keep studying hard, keep studying, stay motivated, stay connected and stay healthy. Do your best. Thanks a lot for watching this video till the end. All the best for your upcoming exams.